നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങളുടെ സാധ്യതാ തീയതികൾ നിശ്ചയിച്ച സർക്കാർ ഉത്തരവ്. തീയതികളും വേദികളും പ്രഖ്യാപിച്ചത് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ. കോട്ടയം താഴ്ത്തങ്ങാടി വള്ളംകളി മത്സരം നിശ്ചയിച്ചിരിക്കുന്നത് സെപ്റ്റംബർ 27-ന്. ആദ്യം നടക്കുക ആലപ്പുഴ കൈനകരി വള്ളംകളി. മൂവാറ്റുപുഴ ലതാപാലത്തിലെ കുഴികളടച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. അധികൃതർ കുഴിയടയ്ക്കാൻ തയ്യാറാകാതിരുന്നതോടെ ട്രാഫിക് പോലീസിന്റെ അനുവാദത്തോടെ തൊഴിലാളികൾ കുഴി മൂടുകയായിരുന്നു. പാലത്തിലെ കുഴി മൂലം ദിവസേന അപകടങ്ങൾ ഉണ്ടാവുന്നെന്നും യാത്രക്കാർ. ബാറ്ററി മോഷണ കേസിൽ കുറ്റാരോപിതനായി പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ കേസെടുക്കുന്നില്ലെന്ന് മർദ്ദനമേറ്റ യുവാവ്. സംഭവത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് മൂവാറ്റുപുഴ ആലക്കുഴ സ്വദേശി അമൽ ആന്റണി. ഒരു മാസത്തിനിടയിൽ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും റൂറൽ എസ്പിക്കും പരാതി നൽകിയിട്ടും നടപടിയായില്ലെന്നും ആക്ഷേപം. നിവർന്നു കിടക്കാനോ ജോലി ചെയ്യാനോ സാധിക്കുന്നില്ലെന്നും യുവാവ്. വാർത്തകൾ വിശദമായി. 2025 ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരങ്ങളുടെ സാധ്യതാ തീയതികൾ നിശ്ചയിച്ച സർക്കാർ ഉത്തരവായി. 2025 വർഷത്തെ CBL മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള സാധ്യതാ തീയതികളും വേദികളും വിനോദസഞ്ചാര വകുപ്പ് നേതൃത്വത്തിലാണ് പ്രഖ്യാപിച്ചത്. ഇതുപ്രകാരം കോട്ടയം താഴ്ത്തങ്ങാടി മത്സരം വള്ളംകളി സെപ്റ്റംബർ 27-നാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആലപ്പുഴ കൈനകരി വള്ളംകളിയാണ് ആദ്യം നടക്കുക. സെപ്റ്റംബർ 19-നായിരിക്കും. തുടർന്ന് കോട്ടയം താഴ്ത്തങ്ങാടി വള്ളംകളി 27-നും കാസർഗോഡ് ചെറുവത്തൂർ വള്ളംകളി ഒക്ടോബർ 2-നും നടക്കും. പ്രാദേശിക സാഹചര്യങ്ങൾ കണക്കിലെടുത്തും തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളിൽ സുരക്ഷാ സാഹചര്യങ്ങളും പെരുമാറ്റച്ചട്ടവും പരിഗണിച്ചും തീയതികളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടിയ വിദ്യാർത്ഥിക്ക് പരിക്ക്. ചുണ്ടശ്ശേരി സെന്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് കെട്ടിടത്തിൽ നിന്നും ചാടിയ വിദ്യാർത്ഥിക്ക് ഗുരുതരമായിട്ടാണ് പരിക്കേറ്റത്. 2ാം വർഷ ഹോട്ടൽ മാനേജ്മെന്റ് വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. കോളേജിൽ നടന്ന ഓണാഘോഷ ചടങ്ങിനിടെ കോളേജ് അച്ചടക്കത്തിന് വിരുദ്ധമായി പെരുമാറിയ വിദ്യാർത്ഥിയെ വിളിച്ചു വരുത്തുകയും മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ TC നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വിദ്യാർത്ഥി കെട്ടിടത്തിന്റെ 1ാം നിലയിൽ നിന്നും താഴേക്ക് ചാടുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ ഇരുകാലുകളും ഒടിഞ്ഞു, നടുവിനും പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവാറ്റുപുഴ ലതാപാലത്തിൽ യാത്രക്കാരെ വീഴ്ത്തുന്ന വലിയ കുഴികൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സംഘടിച്ചു മൂടി. 2 മാസം മുൻപ് പാലത്തിലെ കുഴിയിൽ ചാടാതിരിക്കാൻ വെട്ടിച്ചു മാറ്റിയ ലോറി ഇരുചക്ര വാഹനത്തിലിടിച്ച വീട്ടമ്മയുടെ കൈയിലൂടെ കയറിയിറങ്ങിയിരുന്നു. തലനാരി ഇഴയ്ക്കാണ് ചക്രങ്ങൾക്കിടയിൽ നിന്ന് വീട്ടമ്മ രക്ഷപ്പെട്ടത്. കുഴിയടയ്ക്കാൻ അധികൃതർ തയ്യാറാകാതിരുന്നതോടെയാണ് ട്രാഫിക് പോലീസിന്റെ അനുവാദത്തോടെ ആശ്രമം സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉപകരണങ്ങളുമായി പാലത്തിലെത്തിയത്. VG വേണു, ദിലീപ് സത്യ, സജി അലി, സാലിദ് തുടങ്ങി 20ഓളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചേർന്നാണ് കുഴി അടച്ചത്. കഴിഞ്ഞ ഏതാണ്ട് 1.5-2 മാസത്തോളമായി ഈ ലതാ തിയേറ്ററിന്റെ ഈ പാലത്തിൽ കട്ടറായിട്ട് ഞങ്ങൾ ഈ അത്യാവശ്യം ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ ഞങ്ങൾക്ക് ഈ വർക്ക്ഷോപ്പിൽ കൊണ്ട് ഈ കാശ് മുടക്കാനും ഈ കംപ്ലൈന്റ് മാറ്റാനും അല്ല, ഞങ്ങൾക്ക് ഓടാനുള്ള ഒരു അവസരം പോലും കിട്ടുന്നില്ല. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് പല പ്രാവശ്യം മുനിസിപ്പാലിറ്റിയുടെ നായകനെ വിളിച്ചു, മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിന്റെ നായകനെ വിളിച്ചു. ഇവരെല്ലാം വിളിച്ചു പറഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള സഹായവും ഞങ്ങൾക്ക് ചെയ്യാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു 10 മിനിറ്റത്തേക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്ത് ഈ കുഴികളൊന്ന് അടച്ച് ഗതാഗതം സുഗമമാക്കി കൊണ്ടുപോകുന്നതിനുള്ള ഞങ്ങൾ ഓട്ടോ തൊഴിലാളികൾ ചെയ്യുകയാണ് എന്ന അനുവാദം മേടിച്ചിട്ട് ആശ്രമം ബസ് സ്റ്റാൻഡിൽ സമയത്ത് ഓടുന്ന വണ്ടികളാണ് ഞങ്ങൾ അങ്ങനെ അനുവാദം മേടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ പണി ചെയ്യുന്നത്. ഒരു ആംബുലൻസ് നിർമ്മല ആശുപത്രിയിലേക്ക് വരുന്നതിനോ നിർമ്മല ആശുപത്രിയിൽ പോകുന്നതിനോ സമീപ പ്രദേശങ്ങളിലുള്ള ആശുപത്രികളിലേക്ക് രോഗികളുമായി പോകുന്നതിനോ സാധിക്കാത്ത രീതിയിലുള്ള ബ്ലോക്കാണ് ഇന്നിവിടെ ഉണ്ടായിരിക്കുന്നത്. ഈ മൂന്ന് കുഴികൾ അടച്ചാൽ ഈ മൂവാറ്റുപുഴയിലെ പകുതി ബ്ലോക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അധികാരപ്പെട്ട ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ അധികാരപ്പെട്ട ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് അതിന് യാതൊരുവിധ സഹായവും ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടില്ല. പോലീസ് കേസെടുക്കുന്നില്ല. കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി മൂവാറ്റുപുഴയിൽ ബാറ്ററി മോഷണ കേസിൽ കുറ്റാരോപിതനായി പോലീസ് മർദ്ദനമേറ്റ യുവാവ്. പോലീസ് ആളുമാറി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചതെന്ന ആരോപണം. ബാറ്ററി മോഷണ കേസിൽ പോലീസ് പിടികൂടി മർദ്ദിച്ചു എന്ന ആരോപണമുയർത്തി യുവാവ് കോടതിയെ നേരിട്ട് സമീപിക്കുവാനൊരുങ്ങുന്നു. ആലക്കുഴ സ്വദേശി അമൽ ആന്റണിയാണ് 1 മാസം മുൻപ് പോലീസ് ആളുമാറി കസ്റ്റഡിയിലെടുത്ത് മർദ്ദിച്ചത് എന്ന് പറയുന്നു. 1 മാസത്തിനിടയിൽ മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും DGPക്കും റൂറൽ SPക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും അമൽ പറയുന്നു. മൂവാറ്റുപുഴ ഡിവൈഎസ്പി വീട്ടിലെത്തി 2 മണിക്കൂറോളം നീണ്ട മൊഴി രേഖപ്പെടുത്തിയെങ്കിലും ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല.
ഇതിനെ തുടർന്നാണ് നേരിട്ട് കോടതിയെ സമീപിക്കുവാൻ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. തന്നെ മർദ്ദിച്ച പോലീസുകാരുടെ അഡ്രസ്സും വിവരങ്ങളും ഫോട്ടോയും നൽകണമെന്നാവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം അമൽ ആന്റണി പോലീസിന് വിവരാവകാശം നൽകിയെങ്കിലും അതും അനുവദിക്കപ്പെട്ടില്ല. ശാരീരികമായ അസ്വസ്ഥതകൾ ഇപ്പോഴും അമൽ ആന്റണിക്കുണ്ട്. ആഴ്ചയിൽ 3 ദിവസം വീതം ആശുപത്രിയിൽ പോകുന്നുമുണ്ട്. വീടിനുള്ളിൽ മാത്രം നടക്കുവാനാണ് സാധിക്കുന്നത്. നിവർന്നു കിടക്കുന്നതിനോ ജോലി ചെയ്യുന്നതിനോ സാധിക്കുന്നില്ല എന്നും അമൽ ആന്റണി പറയുന്നു. എന്നെ ഉപദ്രവിച്ച പോലീസുകാരുടെ അന്നത്തെ CCTV ക്യാമറയുള്ള ദൃശ്യങ്ങളും പോലീസുകാരുടെ ഡ്യൂട്ടികളുള്ള പേര് വിവരങ്ങളും കിട്ടണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ അമ്മ കൊച്ചുറാണി ആൻ്റണി DGPക്കും DSPക്കും വിവരാവകാശ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതിന് കൊടുത്തതിന് ശേഷം വേറെ മറുപടിയൊന്നും കിട്ടിയിട്ടില്ല. ഈ അമല് കൊടുത്ത പരാതിയിൽ അവർ ഇതുവരെ കേസ് എടുത്തിട്ടില്ല. ഇല്ല ഇന്ന് രാവിലെ വരെ കേസ് എടുത്തിട്ടില്ല എന്നാണ് എൻ്റെ അമ്മ ഇന്ന് DSP ഓഫീസ് പറഞ്ഞേക്കണേ. പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതുവരെയും കേസ് എടുത്തിട്ടില്ല എന്നാണ്. അപ്പോൾ അഡ്വക്കേറ്റ് പറഞ്ഞ തുടർ നടപടികളിൽ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളാൻ വേണ്ടി കോടതിയെ സമീപിക്കുക എന്ന് പറഞ്ഞത്. അതെ. FIR കിട്ടിയ ശേഷമാണ് FIR കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോപ്പിയും വെച്ചാണ് നമുക്ക് കോടതിയിൽ ഇത് സബ്മിറ്റ് ചെയ്യുന്നത്. ഇത് കിട്ടിയില്ലെങ്കിൽ കിട്ടാത്ത രീതിയിൽ നമ്മൾ മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാവും. അതെ കോടതി പോകും. ബാക്കി എല്ലാ ഡോക്യുമെൻറ്റും നമ്മുടെ കയ്യിലുണ്ട്. പത്രമാധ്യമങ്ങളിലൂടെയും TV ചാനലിലൂടെയും നമ്മൾ നമ്മുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ ഉപദ്രവിച്ച പോലീസുകാരുടെ ഡീറ്റെയിലും സംഭവങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചാണ് വിശദമായിട്ട് റിപ്പോർട്ട് തന്നെയാണ് കോടതിയിൽ കൊടുക്കാൻ പോകുന്നത്. ന്യൂസ് ബ്യൂറോ, കൂത്താട്ടുകുളം. KGU മല്ലപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം മല്ലപ്പള്ളി മങ്കുഴിപ്പടിയിലുള്ള ഊര് കേന്ദ്രത്തിൽ നടന്നു. ഊര് ഡയറക്ടർ ബിജു എബ്രഹാം ഓണസന്ദേശം നൽകി. KGU മേഖലാ പ്രസിഡന്റ് S. മനോജ് അധ്യക്ഷത വഹിച്ചു. KGU പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ബിനോയ് വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. മല്ലപ്പള്ളി കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് സുരേഷ് ബാബു പാലാഴി, KGU സംസ്ഥാന സമിതി അംഗം ജിജു വൈക്കത്തശ്ശേരി, മാധ്യമക്ഷേമ സഹകരണ സംഘം പ്രസിഡന്റ് റെജി സാമുവൽ, KGU പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി ആഞ്ഞിലത്താനം, മല്ലപ്പള്ളി മേഖലാ സെക്രട്ടറി MM റെജി, സുമാ സജീവ് എന്നിവർ സംസാരിച്ചു. അത്തരമില്ലായ്മയും കൊള്ളയില്ലായ്മയും ഒക്കെയാണ് പലപ്പോഴും ഈ ഓണവുമായി ബന്ധപ്പെട്ട് നാം പലപ്പോഴും ചിന്തിക്കുകയും ഒരുമയും സ്നേഹവും ഒത്തൊരുമയും ഒക്കെയാണ്. എന്നാൽ എന്നെ അതിലൊക്കെ ആകർഷിക്കുന്ന ഒരു ഓണചിന്ത എന്നത് നാമൊക്കെ ചവിട്ടി താഴ്ത്തുന്നവരും നാമൊക്കെ നിസ്സാരവൽക്കരിക്കുന്നവരും നാമൊക്കെ വളരെ നിസ്സാരന്മാരെന്ന് തോന്നി ചവിട്ടി തേക്കുന്നവരുമൊക്കെ ഒരു നാൾ ആർപ്പോടെ തിരികെ എത്തുമെന്ന ഒരു വലിയ പാഠം ഓണം നൽകുന്നുണ്ട്. എനിക്ക് പറയാനുള്ള സന്ദേശവും അതുതന്നെയാണ്. നാം നിസ്സാരന്മാരായി കാണുന്നവർ, നാം ചവിട്ടുന്നവർ, ചവിട്ടി താഴ്ത്തുന്നവർ ഒക്കെ അവരുടെ ഒരു ദിവസവും തിരികെ എത്താനൊരു ദിവസം അവർക്കുമുണ്ടെന്ന വലിയ പാഠം ഓണം നൽകുന്നുണ്ട് എന്ന ഒരു ചെറിയ ഓർമ്മിപ്പിക്കലോടെ വാക്കുകളെ ചുരുക്കട്ടെ. പൊന്നിൽ കുളിച്ച കിനാക്കളുമായിത പൊന്നോണ ഓണനിലാവല തുള്ളുന്ന രാവുകൾ വേനലാലുള്ളം പുകച്ചിടുന്നു. ഓണനിലാവല തുള്ളുന്ന രാവുകൾ വേനലാലുള്ളം പുകച്ചിടുന്നു. ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ അപ്പോസ്തലേറ്റ് കുടുംബ കൂട്ടായ്മ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അതിരൂപതയിലെ 250 ഇടവകകളിൽ നിന്നായി 100,000-ഓളം ആളുകൾ പങ്കെടുത്ത 100 മേനി വചന പഠന മത്സരങ്ങളുടെ ഗ്രാൻഡ് ഫിനാലെ നാളെയും മഹാസംഗമവും എന്റെ സ്വന്തം ബൈബിൾ പദ്ധതി ഉദ്ഘാടനം 13-നും SB കോളേജ് കാവുകാട് ഹാളിൽ നടക്കും. പരിപാടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ബൈബിൾ അപ്പോസ്തലേറ്റ് ഡയറക്ടർ ഫാദർ ജോർജ് മാന്തുരുത്തിയിൽ, 100 മേനി ചെയർമാൻ സണ്ണി ഇടിമണ്ണിക്കൽ, ബൈബിൾ അപ്പോസ്തലേറ്റ് അതിരൂപത പ്രസിഡന്റ് ഡോക്ടർ റൂബിൾ രാജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ രാവിലെ 11-ന് ഗ്രാൻഡ് ഫിനാലെ ആരംഭിക്കും. 13-ന് രാവിലെ 10-ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രോപൊലീത്ത മാർ തോമസ് തറയിൽ അധ്യക്ഷത വഹിക്കുന്ന 100 മേനി മഹാസമ്മേളനം മേജർ ആർച്ച് ബിഷപ്പ്
മാർ ബെസേലിയോസ് ക്ലിമിസ് കത്തോലിക്ക ബാവ ഉദ്ഘാടനം ചെയ്യും. മാർ ജോസഫ് പെരുന്തോട്ടം മെത്രോപൊലീത്ത അനുഗ്രഹ പ്രഭാഷണം വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി ഏത്തക്കാട് മുഖ്യപ്രഭാഷണം നടത്തും. നടൻ സിജോ വർഗീസ് വചനസാക്ഷ്യം നൽകും. ലോകത്തിൽ ഏറ്റവും വലിയ ഒരു വചന മനപ്പാഠ പദ്ധതിയാണ്. ഇതിന്റെ വലിയ സമ്മേളനം ഈ ശനിയാഴ്ച സെപ്റ്റംബർ 13-ാം തീയതി ചങ്ങനാശ്ശേരി SP കോളേജിൽ രാവിലെ 8:30 സമ്മേളനം ആരംഭിക്കും. ഒപ്പം തന്നെ ഒരു ഉല്ലാസാർ പറഞ്ഞതുപോലെ 4000-ഓളം പേര് അതിരൂപത തലത്തിൽ സമ്മാനാർഹരായി. ഇടവക തലം, കൂട്ടായ്മ തലത്തിൽ കുറച്ച് സമ്മാനങ്ങളുണ്ട്. അതിരൂപത തലത്തിൽ 4000 പേര് സമ്മാനം. അതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം 2000 പേര് ചങ്ങനാശ്ശേരി ടൗൺ CC ക്രിക്കറ്റ് ക്ലബ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ നാളെ മുതൽ 14 വരെ പുത്തൂർപള്ളി മൈതാനത്ത് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ജില്ലകളിൽ നിന്ന് 16 ടീമുകളിലായി 192 പേർ മത്സരത്തിന്റെ ഭാഗമാകും. വിജയികളാകുന്ന ടീമിന് 1 ലക്ഷം രൂപയും ട്രോഫിയും, രണ്ടാം സ്ഥാനത്തെത്തുന്ന ടീമിന് 50,000 രൂപയും, മൂന്നാം സ്ഥാനത്തെത്തുന്ന ടീമിന് 25,000 രൂപയും സമ്മാനമായി നൽകും. നാളെ രാത്രി 7-ന് കൊടിക്കുന്നിൽ സുരേഷ് MP ക്രിക്കറ്റ് പ്രീമിയർ ലീഗിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ചങ്ങനാശ്ശേരി DYSP PK തോംസൺ, പുത്തൂർപള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് TP അബ്ദുൽ ഹമീദ് എന്നിവർ സംസാരിക്കും. വിജയികളാകുന്ന ടീമിന് സമാപന ദിവസമായ 14-ന് ജോ മൈക്കിൾ MLA സമ്മാനദാനം നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ മുഖ്യാതിഥിയാകും. സംഘാടക സമിതി ഭാരവാഹികളായ PN അമീർ, റിയാസ് PA, അൻസർ S, മോജോ വർഗീസ്, ഷാനു S, സഫർ കുളത്തിപ്പറമ്പിൽ, തൻസീം ആലിയിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ബഹുമാനപ്പെട്ട മാവേലിക്കര MP ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് നിർവഹിക്കുന്നതും സമ്മാനദാനം അഡ്വക്കേറ്റ് ജോ മൈക്കിൾ 14-ാം തീയതി വൈകുന്നേരം രാത്രി 8 മണിക്ക് നിർവഹിക്കുന്നതും സമാപന സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി ചെയർപേഴ്സൺ ശ്രീമതി കൃഷ്ണകുമാരി രാജശേഖരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ ചങ്ങനാശ്ശേരി DYSP പുതുപ്പള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് TP അബ്ദുൽ ഹമീദും മുഖ്യാതിഥിയായി പങ്കെടുക്കും. മട്ടുപ്പാവിൽ പാഷൻ ഫ്രൂട്ട് മുതൽ അടത്താപ്പ് വരെയുണ്ട്. ഇടുക്കി കൊന്നത്തടി വടയാറ്റുകുന്നിൽ ശശീന്ദ്രൻ സുമതി ദമ്പതികളുടെ കാർഷിക പ്രവർത്തനങ്ങൾ വിസ്മയം പകരും. കൊന്നത്തടി വടയാറ്റുകുന്നിൽ ശശീന്ദ്രനും സുമതിയും മട്ടുപ്പാവിൽ വിസ്മയം തീർക്കുകയാണ്. 4 തരം പാഷൻ ഫ്രൂട്ട് മുതൽ അടത്താപ്പ് വരെ ഇവിടെ വിളയുന്നു. എല്ലാവിധ പച്ചക്കറികളും പഴങ്ങളും ഇവിടെ വിളയുന്നുണ്ട്. 10 വർഷക്കാലമായി ഇവർ ഈ രീതി പരീക്ഷിക്കുകയാണ്. ഞാൻ ഇതിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഒരു 4-5 വർഷമായിട്ട് ഇങ്ങനെ പച്ചക്കറികൾ കൃഷികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വെണ്ടയ്ക്കയുണ്ട്, തക്കാളിയുണ്ട്, അതുപോലെ വഴുതനയുണ്ട്, കത്തിരിക്ക, അങ്ങനെ പാഷൻ ഫ്രൂട്ടുകൾ, അതുപോലെ റോസാ ചെടികൾ, കപ്പളം, ഇങ്ങനെ കോളിഫ്ലവറുകൾ, ബ്രോക്കോളി, നല്ല വഴുതന, ഈ വത്തലമുളക്, അങ്ങനെയുള്ള കാന്താരി, ഇതുപോലുള്ള എല്ലാ ചെടികളും നട്ടു വളർത്തി അതിൽ നിന്നാണ് ഞങ്ങൾ കൂടുതലും പച്ചക്കറികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ മട്ടുപ്പാവിൽ വിളയിക്കാൻ കഴിയും. തികച്ചും ജൈവ രീതിയിലാണ് കാർഷിക പ്രവർത്തനങ്ങൾ. ചാക്കിൽ മണ്ണ് നിറച്ചാണ് പല പച്ചക്കറികളും പരിപാലിക്കുന്നത്. റെഡ് ലേഡി ഉൾപ്പെടെയുള്ള പപ്പായകളും പയർ, പാവൽ, കുമ്പളം എന്നിവയും ഇവർ വിളയിക്കുന്നു. പരിമിതികളെ സാധ്യതകളാക്കി മാറ്റുകയാണ് ഈ ദമ്പതികൾ. നമ്മളെല്ലാവരും ആഞ്ഞു പിടിച്ചൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പച്ചക്കറി പോലും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യം വരില്ല. നമുക്കിഷ്ടം പോലെ നമ്മുടെ ടെറസിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മുറ്റത്തിന് ചുറ്റുമോ ഒക്കെ നട്ട് നമുക്കിഷ്ടം പോലെ ഉണ്ടാക്കാനുള്ള ഒരു സൗകര്യവും സന്ദർഭങ്ങളും ഉണ്ട്. നമ്മൾ ഒന്ന് മനസ്സ് വെച്ചാൽ മതി. ദൃശ്യ ന്യൂസ്, ഇടുക്കി. ചൂടൻ സിറ്റി പഴയരിക്കണ്ടം റോഡിലെ കൈവരികളില്ലാത്ത ഇടുങ്ങിയ പാലം വീതി കൂട്ടി നിർമ്മിച്ച് സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ അതിപ്രസിദ്ധമായ വെള്ളച്ചാട്ടമായ പുന്നയാർകുത്ത് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികൾ എത്തുന്ന പാതയിലാണ് കൈവരികളില്ലാത്ത ഇടുങ്ങിയ പാലം സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന പദ്ധതി പ്രകാരമാണ് ചൂടൻ സിറ്റി പഴയരിക്കണ്ടം റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഏറെ പ്രധാനപ്പെട്ട പാത കൂടിയാണ് ഈ റോഡ്. മൈലപ്പുഴയിൽ നിന്നും ഉത്ഭവിക്കുന്ന പുന്നയാർ തോട് മഴക്കാലങ്ങളിൽ അതിശക്തമായ കുത്തൊഴുക്കാണ്. ഈ തോടിന് കുറുകെയുള്ള പാലത്തിന് കാലങ്ങളായി കൈവരികളില്ല. പുന്നയാർ വിജയൻ സിറ്റി പിള്ള സിറ്റി റോഡിൻ്റെ പുന്നയാർ സെൻറ്ററിൽ കിടക്കുന്ന പാലം കൈവരികളുമില്ല. സ്കൂൾ ബസ്സുകൾ കഷ്ടിച്ച് കടന്നു പോകുന്ന ഒരു സ്ഥലമായ പാലത്തിന് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടും യാതൊരു വക അനുകൂലവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തതുകൊണ്ട് പ്രദേശവാസികളും അതുപോലെ തന്നെ സ്കൂൾ പോകുന്ന കുട്ടികളും വിനോദസഞ്ചാരത്തിനായി വരുന്ന ടൂറിസ്റ്റുകളുമെല്ലാം നിരന്തരം അപകടത്തിൽപ്പെടുന്ന ഒരു പാലമായതുകൊണ്ട് ഈ പാലം ഇതുവരെ
ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ശ്രദ്ധ ചെലുത്താനുള്ള ഒരു നടപടിയും ഇത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രമായ സ്ഥലമായ പുന്നയാർ വെള്ളച്ചാട്ടം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നതും അനവധി ജില്ലയിലെ തന്നെ അതിപ്രധാന ടൂറിസം കേന്ദ്രം കൂടിയാണ് ഇത്. പുന്നയാർ കുളത്തിലേക്കും പുന്നയാർ വ്യൂ പോയിന്റിലേക്കും വട്ടവൻപാറയിലേക്കുമെല്ലാം സഞ്ചാരികളെത്തുന്നത് ഇതുവഴിയാണ്. മാത്രമല്ല സ്കൂളുകളിലേക്കുള്ള വിദ്യാർത്ഥികളും നിരവധി സ്കൂൾ ബസ്സുകളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ബന്ധപ്പെട്ടവർ അടിയന്തരമായി ഇടപെട്ട് പാലത്തിൻ്റെ കൈവരികൾ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദൃശ്യന്യൂസ് ഇടുക്കി. നിയന്ത്രണം വിട്ട് റോഡരികിലെ മതിലിലിടിച്ച ബൈക്കിൽ നിന്നും തെറിച്ചു വീണ വിദ്യാർത്ഥി മരിച്ചു. കുറിച്ചിത്താനം വെങ്ങിണിക്കാട്ട് ജ്യോതിയുടെ മകൻ ആദിത്യ ജ്യോതിയാണ് മരിച്ചത്. 17 വയസ്സായിരുന്നു. ഉഴവൂർ കുര്യനാട് റോഡിൽ പൂവത്തുങ്കലിന് സമീപം ബുധനാഴ്ച രാത്രിയായിരുന്നു അപകടം നടന്നത്. റോഡരികിലെ ഗേറ്റിലും മതിലിലും ഇടിച്ച പൾസർ ബൈക്കിൽ നിന്നും ബൈക്ക് യാത്രികൻ സമീപത്തെ പുരയിടത്തിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് മോനിപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചങ്ങനാശ്ശേരി വണ്ടിപ്പേട്ട റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായി നടുവൊടിക്കുന്ന കുഴികൾക്ക് പുറമെ റോഡിലെ പൊടിശല്യവും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. പറാൽ മഞ്ചാടിക്കര ഭാഗത്തേക്കുള്ള റോഡിനാണ് ഈ ദുർഗതി. മഴയത്ത് റോഡിലെ കുഴി തിരിച്ചറിയാതെ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടും. ഇതേപോലെ കാൽനടയാത്ര പോലും അസാധ്യമായിരിക്കുകയാണ്. തുരുത്തി വാലടി റോഡിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി കാവാലം സർവീസുകൾ ഇപ്പോൾ വണ്ടിപ്പേട്ട റോഡ് വഴിയാണ് സർവീസ് നടത്തുന്നത്. ഇത് കാരണം ഇരട്ടി തിരക്കാണ്. കുഴിയിൽ ചാടി ബസ് കടന്നു പോകുന്നതിന് പിന്നാലെ പരിസരം മുഴുവൻ പൊടി നിറയും. റോഡിന്റെ അവസ്ഥ കാരണം ഓട്ടോറിക്ഷകൾക്ക് അറ്റകുറ്റപ്പണി പതിവാണെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നു. അടിയന്തരമായി റോഡ് ടാറിംഗ് നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. പ്രൈം ന്യൂസ് പൂർണ്ണമായി. നമസ്കാരം.